കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് അമ്പലവയൽ വയനാട്. കേരളത്തിലെ അവക്കാഡോ നഗരം എന്നറിയപ്പെടുന്നത് അമ്പലവയൽ വയനാട്. കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. കോഴിക്കോട് സാഹിത്യ നഗര പുരസ്കാരത്തിന് അർഹയായത് സാറ ജോസഫ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് കാൻഡ്ല തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച 1 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് കാൻഡ്ല തുറമുഖം. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തുറമുഖങ്ങളുടെ ഡീകാർബണൈസേഷൻ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും തുറമുഖങ്ങളുടെ ഡീകാർബണൈസേഷൻ ലക്ഷ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്ക് ഏർപ്പെടുത്തിയ രാജ്യം ഓസ്ട്രേലിയ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടൻ ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടൻ രണ്ടുപേരാണ്, ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ഷാറൂഖ് ഖാന് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്ന ചിത്രം ജവാൻ. വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന ചിത്രത്തിനാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 ലഭിച്ചത്. മികച്ച നടി റാണി മുഖർജി. ചിത്രം മിസിസ് ചാറ്റർജി vs നോർവേ. മിസിസ് ചാറ്റർജി vs നോർവേ. മികച്ച സഹനടി ഉർവശി ജാനകി ബോഡിവാല. മികച്ച സഹനടിക്കുള്ള അവാർഡും 2 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഉർവശി ജാനകി ബോഡിവാല എന്നീ 2 പേർക്കാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉർവശിക്ക് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. ജാനകി ബോഡിവാലയ്ക്ക് വശ് എന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. അടുത്ത മികച്ച സഹനടൻ വിജയരാഘവൻ, മുത്തുപേട്ടൈ സോമു ഭാസ്കർ. മുത്തുപേട്ടൈ സോമു ഭാസ്കർ എന്നീ 2 പേർക്കാണ് ലഭിച്ചത്. മികച്ച സഹനടൻ വിജയരാഘവൻ, മുത്തുപേട്ടൈ സോമു ഭാസ്കർ. വിജയരാഘവന് പൂക്കാലം എന്ന ചിത്രത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. മുത്തുപേട്ടൈ സോമു ഭാസ്കറിന് പാർക്കിംഗ് എന്ന ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ ആണ്. ചിത്രം ദി കേരള സ്റ്റോറി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച സുദീപ്തോ സെൻ. ചിത്രം ദി കേരള സ്റ്റോറി. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. സംവിധാനം വിധു വിനോദ് ചോപ്ര. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. സംവിധാനം വിധു വിനോദ് ചോപ്ര. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമി. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. സംവിധാനം ക്രിസ്റ്റോ ടോമി. അപ്പം അവാർഡ് മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കാം. മികച്ച നടൻ ഉള്ള പുരസ്കാരം ലഭിച്ചത് ഷാറൂഖ് ഖാനും വിക്രാന്ത് മാസിക്കുമാണ്. മികച്ച നടി റാണി മുഖർജി. മികച്ച സഹനടി ഉർവശിയും ജാനകി ബോഡിവാലയുമാണ്. മികച്ച സഹനടൻ വിജയരാഘവൻ, മുത്തുപേട്ടൈ സോമു ഭാസ്കർ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് കേരളം. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. പ്രഥമ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. സുനിൽ ഗവാസ്കറിന്റെ റെക്കോർഡാണ് ശുഭ്മാൻ ഗിൽ മറികടന്നത്. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീര. 2025 ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം നേടിയത് KR മീര. 2025 ഓഗസ്റ്റിൽ സീനിയർ ഫുട്ബോൾ പുരുഷ നാഷണൽ ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഖാലിദ് ജാമിൽ. 2025 ഓഗസ്റ്റിൽ സീനിയർ ഫുട്ബോൾ പുരുഷ നാഷണൽ ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഖാലിദ് ജാമിൽ. EMS സ്മൃതി ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കേരള നിയമസഭ. റോഡ് സുരക്ഷയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്.
റോഡ് സുരക്ഷയ്ക്കായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് പത്മകുമാർ എസ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ചുമതലയേറ്റത് പത്മകുമാർ എസ്. പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് 2025ന്റെ വിജയി മാഗ്നസ് കാൾസൺ. പ്രഥമ ചെസ് സ്പോർട്സ് ലോകകപ്പ് 2025ന്റെ വിജയി മാഗ്നസ് കാൾസൺ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 2025 സെപ്റ്റംബർ 9. 2025 സെപ്റ്റംബർ 9. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചത് 2025 ഓഗസ്റ്റ് 7-നാണ്. ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ ആകുന്നത് പി സി മോഡി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. NDA കാൻഡിഡേറ്റ് ആണ് CPA രാധാകൃഷ്ണൻ. ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് ആണ് CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്ന് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നത് 2025 സെപ്റ്റംബർ 9. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2027 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് മാൾട്ട. 2027 8ാമത് കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് വേദിയാകുന്നത് മാൾട്ട. തെലങ്കാന പോലീസ് അടുത്തിടെ 7600-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക സംരംഭം ഓപ്പറേഷൻ മുസ്കാൻ 11. റെയിൽവേ, ബസ് സ്റ്റേഷനുകൾ, ഇഷ്ടികച്ചൂളകൾ, മെക്കാനിക് ഷോപ്പുകൾ, നിർമ്മാണ സ്ഥലങ്ങൾ, ചായക്കടകൾ, മതപരമായ സ്ഥലങ്ങൾ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളെയാണ് ഓപ്പറേഷൻ മുസ്കാൻ 11 ലക്ഷ്യമിട്ടത്. രക്ഷപ്പെടുത്തിയ ആകെ കുട്ടികളിൽ 7149 പേർ ആൺകുട്ടികളും 529 പേർ പെൺകുട്ടികളുമാണ്. കുട്ടികളിൽ പകുതിയിലധികവും 3787 പേർ 12 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെ തെലങ്കാനയ്ക്ക് പുറത്തു നിന്നുള്ളവരാണ്. 3783 പേർ നേപ്പാളിൽ നിന്നുള്ളവരുമാണ്. അപ്പോൾ തെലങ്കാന പോലീസ് അടുത്തിടെ 7600-ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ രാജ്യവ്യാപക സംരംഭമാണ് ഓപ്പറേഷൻ മുസ്കാൻ 11. നഹർഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. നഹർഗഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ബ്ലൂ ബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ബ്ലൂ ബേർഡ് ആശയവിനിമയ ഉപഗ്രഹം വികസിപ്പിച്ചെടുത്ത രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ അംഗനവാടി നിലവിൽ വന്നത് മഹാരാഷ്ട്ര. അടുത്തിടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ പ്രധാനമന്ത്രിയുടെ പരിപാടി പരീക്ഷാ പേ ചർച്ചാ പരിപാടി. അടുത്തിടെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ പ്രധാനമന്ത്രിയുടെ പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ചാ പരിപാടി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശൂർ. 2025 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി നടക്കുന്നതെവിടെ? ചൈന. 2025 ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടി നടക്കുന്നതെവിടെ? ചൈന. കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 6. കേന്ദ്ര സർക്കാരിന് കീഴിലെ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഓഫീസുകൾ ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഓഗസ്റ്റ് 6. ഇന്ത്യയിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ നിയമസഭയാകുന്നത് ഡൽഹി നിയമസഭ. ഇന്ത്യയിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യത്തെ നിയമസഭയാകുന്നത് ഡൽഹി നിയമസഭ. 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാർ. 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് അർഹനായത് സന്തോഷ് കുമാർ. കൃതി തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് 18ാമത് മലയാറ്റൂർ പുരസ്കാരത്തിന് സന്തോഷ് കുമാർ അർഹനായത്. മലയാറ്റൂർ പ്രൈസിന് സലിൽ മാങ്കഴിയുടെ ആനന്ദലീല എന്ന നോവലും അർഹമായി. മലയാറ്റൂർ പ്രൈസിന് സലിൽ മാങ്കഴിയുടെ ആനന്ദലീല എന്ന നോവലും അർഹമായി.
വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ സമഗ്ര കർമ്മ പദ്ധതിയാണ് സുരക്ഷാമിത്രം. വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ട കേരള സർക്കാരിൻ്റെ സമഗ്ര കർമ്മ പദ്ധതിയാണ് സുരക്ഷാമിത്രം. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024-25 കാലയളവിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനമായത് തമിഴ്നാട്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024-25 കാലയളവിൽ ഇരട്ട അക്ക സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ഏക സംസ്ഥാനമായത് തമിഴ്നാടാണ്. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ 7ാമത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണൻ. കേരള ബാലസാഹിത്യ അക്കാദമിയുടെ 7ാമത് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണൻ. കൃതി പൂവും കായും. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കാത്തു. കളിവള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി, അതാണ് ഈ കാത്തു എന്ന പേരുള്ള ഭാഗ്യചിഹ്നം. ഈ വർഷത്തെ ജേതാവ് വിയ്യപുരം ചുണ്ടൻ വള്ളമാണ്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. അപ്പോൾ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളായത് വിയ്യപുരം ചുണ്ടനാണ്. 2ാം സ്ഥാനം നടുഭാഗം ചുണ്ടൻ. 2025 ലോക ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഋഷഭ് യാദവ്. ഋഷഭ് യാദവ്. 2025 ലോക ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഋഷഭ് യാദവ്. കോമ്പൗണ്ട് ആർച്ചറിയിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. കോമ്പൗണ്ട് ആർച്ചറിയിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണ് ഋഷഭ് യാദവ്. ഋഷഭ് യാദവ്. 2025 ലോക ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യത്തെ വ്യക്തിഗത മെഡൽ നേടിയ കായിക താരമാണ് ഋഷഭ് യാദവ്. 2025 ലോക ഗെയിംസിന്റെ വേദി വരുന്നത് ചൈനയാണ്. 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. 2025 കേരളത്തിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. സംസ്ഥാനത്ത് ആദ്യമായി ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആധാർ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനായി UIDAI 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആധാർ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനായി UIDAI 5 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച സ്ഥാപനം ISI, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. ഫിബോ എന്ന കടുവ. കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവയാണ്. വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ് ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി KSFE. വാർഷിക ബിസിനസ് 1 ലക്ഷം കോടി രൂപ കവിഞ്ഞ് ഇന്ത്യയിലെ ആദ്യ മിസലേനിയസ് ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനി KSFE. 2025 3ാമത് അയ്യങ്കാളി പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടി. പ്രസീത ചാലക്കുടി. 2025 3ാമത് അയ്യങ്കാളി പുരസ്കാരം നേടിയത് പ്രസീത ചാലക്കുടി. രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരി. രാജ്യത്തെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് കളമശ്ശേരി. 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയാ ഇന്ത്യ. 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയാ ഇന്ത്യ. 2025 ഓഗസ്റ്റ് 15 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭം മിഷൻ സുദർശൻ ചക്ര. 2025 ഓഗസ്റ്റ് 15 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭം മിഷൻ സുദർശൻ ചക്ര. 79ാമത് സ്വാതന്ത്ര്യദിന പ്രമേയം നയാ ഇന്ത്യ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിംഗ്ഫിഷർ. ഹിമാലയൻ കിംഗ്ഫിഷർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിംഗ്ഫിഷർ. വേദി ശ്രീനഗർ. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ വേദി ശ്രീനഗർ ആണ്.
ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ. രോഹിത് കൃഷ്ണ, തമിഴ്നാട്. ഇന്ത്യയുടെ 89ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ രോഹിത് കൃഷ്ണ. ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഉപഗ്രഹം മോഡൽ ലൂമിനോസാറ്റ്. മോഡൽ ലൂമിനോസാറ്റ്. ഭൂമിയിലെ പ്രകാശത്തിന്റെ തോത് വർദ്ധിച്ചു വരുന്നതും അത് ജീവികളുടെ കാഴ്ചയെയും ആവാസ വ്യവസ്ഥയെയും ബാധിക്കുന്നതും പഠിക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന ഉപഗ്രഹമാണ് മോഡൽ ലൂമിനോസാറ്റ്. മോഡൽ ലൂമിനോസാറ്റ്. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അർഹനായ സംവിധായകൻ രാകേഷ് ശർമ്മ. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112. അടിയന്തര സേവനങ്ങൾക്കുള്ള കേരള സർക്കാരിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 112. 2025 12ാമത് പുരുഷ ഏഷ്യാ കപ്പ് ഹോക്കി വേദി ബീഹാർ. 2025 12ാമത് പുരുഷ ഏഷ്യാ കപ്പ് ഹോക്കി വേദി ബീഹാർ. ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവ. ചന്ദ് എന്ന കടുവയാണ്. 2025 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. 2025 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. അപ്പോൾ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ സൗത്ത് കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ജേതാക്കളായത്. 8 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഏഷ്യാ കപ്പ് ചാമ്പ്യന്മാരാകുന്നത്. 8 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഏഷ്യാ കപ്പ് ചാമ്പ്യന്മാരാകുന്നത്. 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യാ കപ്പിൽ മുത്തമിടുന്നത്. 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യാ കപ്പിൽ മുത്തമിടുന്നത്. ഏഷ്യാ കപ്പ് ജയത്തോടെ അടുത്ത വർഷത്തെ ലോകകപ്പ് ഹോക്കിക്കും ഇന്ത്യ യോഗ്യത നേടി. അപ്പോൾ ഈ വർഷത്തെ ഏഷ്യാ കപ്പ് ജയത്തോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഹോക്കിക്കും ഇന്ത്യ യോഗ്യത നേടി. 2025 12ാമത് പുരുഷ ഏഷ്യാ കപ്പ് ഹോക്കി വേദി ബീഹാറാണ്. ഭാഗ്യചിഹ്നം ചന്ദ് എന്ന കടുവയാണ്. 2025 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ്. സൗത്ത് കൊറിയയെയാണ് പരാജയപ്പെടുത്തിയത്. 4-1 പരാജയപ്പെടുത്തി. 8 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഏഷ്യാ കപ്പ് ചാമ്പ്യന്മാരാകുന്നത്. 4ാം തവണയാണ് ഇന്ത്യ ഏഷ്യാ കപ്പിൽ മുത്തമിടുന്നത്. ഏഷ്യാ കപ്പ് ജയത്തോടെ അടുത്ത വർഷത്തെ ലോകകപ്പ് ഹോക്കിക്കും ഇന്ത്യ ക്വാളിഫൈ ആയി. ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കാണ്ഡല തുറമുഖം. ആന്റി ഡ്രോൺ സംവിധാനം വിന്യസിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമായി മാറുന്നത് കാണ്ഡല തുറമുഖം. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര നിഘണ്ടു സ്വം. സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര നിഘണ്ടു സ്വം. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണമായി IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണമായി IoT ഇന്റർനെറ്റ് ഓഫ് തിങ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗ്രാമീണ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് നേമം ബ്ലോക്ക് പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് നിലവിൽ വന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് നിലവിൽ വന്നത് ലക്നൗ, ഉത്തർപ്രദേശ്. ലോകത്ത് ആദ്യമായി റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ചത് ചൈന. ലോകത്ത് ആദ്യമായി റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ചത് ചൈന. 2025 ഓഗസ്റ്റിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര 2025 ഓഗസ്റ്റിൽ IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.